പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനിടെ വനിതാ മഹാപഞ്ചായത്തിനൊരുങ്ങി ഗുസ്തി താരങ്ങൾ. ഇന്ന് ജന്തർ മന്ദിറിൽ നിന്നും പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിനിടെ പ്രതിഷേധിക്കുമെന്നും പ്രതിഷേധത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നും താരങ്ങൾ വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, വനിതാ മഹാപഞ്ചായത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഗുസ്തി താരങ്ങൾ. ഇന്ന് ജന്തർ മന്ദിറിൽ നിന്നും പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കർഷകരടക്കം അണിനിരക്കുമെന്നാണ് പ്രതിഷേധ റാലിയിൽ അറിയാൻ സാധിച്ചത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിര ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജിഭൂഷണെതിരായ സമരം പ്രതിഷേധം ഒരു മാസം പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയൊരു പ്രതിഷേധം ഡൽഹിയിൽ ഗുസ്തി താരങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. പ്രധാനമായും ഈ പാർലമെന്റ് വളയും എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മഹിളാ പഞ്ചായത്ത് എന്ന രീതിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിനാണ് പ്രധാനമായും ഗുസ്തി താരങ്ങളുടെ നീക്കം. വലിയൊരു സന്നാഹം തന്നെ ഈ പോലീസ് സന്നാഹം തന്നെ ഇത് തടയുന്നതിന് വേണ്ടി അവിടെയുണ്ട്. നമുക്കറിയാം ഈ താരങ്ങളെ പിന്തുണച്ച് കൂടുതൽ കർഷകരടക്കമുള്ള ആളുകൾ അവിടെ എത്തുന്നൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വലിയൊരു സുരക്ഷ പരിസരത്ത് ഡൽഹി പരിസരത്തെല്ലാം തന്നെ ഈ സമരം നടത്തുന്ന പ്രദേശത്തെല്ലാം തന്നെ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ താരങ്ങളെ പിന്തുണച്ച് രാജസ്ഥാൻ, ഹരിയാന, UP സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കർഷകരെയും സ്ത്രീകളെയും തടയാൻ ഡൽഹി അതിർത്തികളെല്ലാം തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ വെച്ച് അടച്ചിട്ടുണ്ട്. പാർലമെന്റിലേക്കുള്ള എല്ലാ റോഡുകളിലും സുരക്ഷ ശക്തമാക്കി. ജന്തർ മന്ദിറിൽ നിന്ന് താരങ്ങൾ മാർച്ചിനായി നീങ്ങുന്നത് തടയാനുള്ള സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന സ്ത്രീകൾ തങ്ങിയ അംബാലയിൽ ഗുരുദ്വാരയിൽ പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. അത് വലിയൊരു ഭയം സൃഷ്ടിച്ചു വന്ന ഒരു ആരോപണവും ഗുസ്തി താരങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കർഷകരെ ഡൽഹിയിൽ നിന്ന് ഈ പ്രതിഷേധത്തിനായി വന്ന കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നൊരു ആരോപണവും ഇതിനിടെ ഉണ്ടായി. അതേസമയം ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം തടസ്സപ്പെടുത്തരുതെന്നും ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അത് അനുസരിക്കാൻ തയ്യാറാണെന്നും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജിഭൂഷൺ പറഞ്ഞു. അദ്ദേഹം നേരത്തെ നുണപരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്ക് തയ്യാറാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അത് ആവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഉദ്ഘാടനം തടസ്സപ്പെടുത്തരുതെന്നും എന്ത് തീരുമാനിച്ചാലും ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നുവോ അത് അനുസരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന ആളുകളെ പ്രധാനമായും തടയുന്നതിന് അതിർത്തികളിലെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കി ബാരിക്കേഡുകളടക്കം നിർത്തിയാണ് പോലീസിന്റെ ഒരു പ്രതിരോധമെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഡൽഹിയുടെ അതിർത്തികളിൽ തടങ്കലാക്കുകയും പ്രവേശനം നിഷേധിച്ചിട്ടും 1000-ലധികം അനുയായികൾ ജന്തർ മന്ദിറിൽ എത്തുമെന്നും അവിടെ നിന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാർച്ച് ചെയ്യുമെന്നാണ് ഗുസ്തിക്കാരുടെ പ്രതീക്ഷ. ഈ പോലീസ് ഡൽഹിയുടെ എല്ലാ ഭാഗത്തു നിന്ന് അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇന്ന് മഹാപഞ്ചായത്ത് എത്തിച്ചേരാൻ എല്ലാവരോടും ഗുസ്തി താരങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. പോലീസ് തങ്ങളെ എങ്ങനെ തടയാൻ ശ്രമിച്ചാലും മാർച്ച് തികച്ചും സമാധാനപരമായി നടത്തുമെന്ന ഒരു ഉറപ്പ് ഗുസ്തി താരങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ലൈംഗിക അതിക്രമവും ചൂഷണവും ആരോപിച്ചാണ് ഗുസ്തി താരങ്ങൾ അവിടെ പ്രതിഷേധിക്കുന്നത്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനെതിരെ 7 വനിതാ താരങ്ങളാണ് പരാതി നൽകിയത്. പ്രായപൂർത്തിയാകാത്ത വനിതാ താരം ഉൾപ്പെടെ ഉള്ള 7 പേരാണ് പരാതി നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരാതിയല്ല എന്ന രീതിയിലൊരു പ്രതികരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പോലീസ് ആ റിപ്പോർട്ട് ഡൽഹി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്തായാലും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജിഭൂഷണെതിരെ സമരം ഘടിപ്പിക്കുകയാണ് താരങ്ങൾ. ഇന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് വലിയൊരു മാർച്ചാണ് ഗുസ്തി താരങ്ങൾ നടത്തുന്നത്. ആതിര. വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗുസ്തി താരങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കെ.സി. ഉണ്ണികൃഷ്ണൻ.